ഇപ്പോൾ LDF TP രാമകൃഷ്ണൻ വോട്ട് ചെയ്തു കഴിഞ്ഞത് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ജനങ്ങൾ വോട്ടർമാർ തെരഞ്ഞെടുപ്പിനെ നല്ല നിലയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നാണ്. ഇവിടെ ഞാൻ വോട്ട് ചെയ്ത 232 ബൂത്തിൽ സ്ത്രീകളുടെ നീണ്ട ക്യൂ ആണ്. പുരുഷന്മാരുടെ ക്യൂ അത്രയില്ല. അപ്പോൾ സ്ത്രീകൾ വളരെ സജീവമായി അണിനിരക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലെ പ്രവർത്തനാനുഭവങ്ങൾ ഈ നാടിന് മുമ്പിലുണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ജനങ്ങൾ പ്രതികരിച്ചു എന്നതും നാടിൻ്റെ മുമ്പിലുണ്ട്. കേരളത്തിലെ എല്ലാ വികസന വളർച്ചയുടെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെയും ആകെ നേട്ടം പരിശോധിച്ചു കഴിഞ്ഞാൽ LDF ഗവൺമെൻറ്റിൻ്റെ ഭരണ തുടർച്ച അവിടെ പ്രകടമാകും. അത്തരമൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഈ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ നേട്ടം കൈവരിക്കും എന്നതാണ് ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷവും ഉയർന്നു വന്നിട്ടുള്ള പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിലും വലിയ തോതിൽ നേട്ടം കൈവരിക്കും. ഇവിടെ ഒരു വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല, വികസന മുരടിപ്പാണ് ഇവിടെ ഉള്ളത് എന്ന് വ്യാപകമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പേരാമ്പ്രയിൽ അതിശക്തമായ പോരാട്ടം ഇക്കുറി നടക്കുന്നുണ്ട്. അവിടെ വലിയ പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് അവിടെ കാര്യങ്ങൾ അവസാനമായിട്ട് പോയിരുന്നു. TP രാമകൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു. സ്ത്രീകളുടെ നീണ്ട നിര ആ ബൂത്തിൽ കാണാൻ പ്രകടമാണെന്നുള്ളതാണ് TP രാമകൃഷ്ണൻ പറഞ്ഞത്. അപ്പോൾ അത് ചില സൂചനകൾ, രാഷ്ട്രീയ സൂചന കൂടിയാണ് TP രാമകൃഷ്ണൻ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. അതിനിടയിൽ പറവൂരിലെ പ്രതിപക്ഷ നേതാവിന്റെ ഫ്ലക്സ് നശിപ്പിച്ചതിന് CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. അവിടെ പോലീസിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്. എന്നാൽ രാത്രിയാണ് ബൈക്കിലെത്തിയ ഒരു സംഘം അവിടെ ഫ്ലക്സ് നശിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അവിടുന്ന് മടങ്ങുന്നു. ഒട്ടുമിക്ക എല്ലാ ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര പ്രകടമാണ്. നേരത്തെ റോഷി അഗസ്റ്റിൻ മന്ത്രി റോഷി അഗസ്റ്റിൻ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പുറത്തിറങ്ങി. അവിടെ ആ കോട്ടയം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന്റെ ടെറൈനിൽ ഇക്കുറി കേരള കോൺഗ്രസിന് അതിനിർണായകമാണ്. ഒരുപക്ഷെ ഒരു നിലനിൽപ്പ് പോരാട്ടം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അതിശക്തമായ പോരാട്ടം, അവിടെ വലിയ ഫൈറ്റ് എല്ലാ മണ്ഡലങ്ങളിലും അവിടെ പ്രകടമായി കാണുന്നുണ്ട്. ആർത്തൽ കൂടി അത് പ്രധാനമാണ്. എന്തായാലും ഈ പറഞ്ഞ വലിയ ചൂട് 11 മണിയാക്കുമ്പോഴേക്കും നല്ല ചൂടുണ്ടാവും. ആ ചൂട് വരുന്നതിന് മുമ്പ് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ പോയി വോട്ട് ചെയ്ത് മടങ്ങുന്നതാവും നല്ല ദിവസം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.